ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ചോട്ടാ മുംബൈ 2007 പുറത്തിറങ്ങിയ ചോട്ടാ മുംബൈ അത് വീണ്ടും റീമാസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ 4K ആറ്റ്മോസ് ഡോൾബി സൗണ്ട് സിസ്റ്റത്തിലൂടെ വീണ്ടും നമുക്ക് കാണാൻ പറ്റും. അതായത് ചുരുക്കം ചില തിയേറ്ററിൽ മാത്രമാണ് ഈ ഒരു സിനിമ ഇന്നലെ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഒരുപാട് ന്യൂ റിലീസുകൾ പിന്നെ ഈദായതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ സ്ക്രീനിൽ മാത്രമേ ഈ ഒരു സിനിമ അത് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ എല്ലാവരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു അൻവർ റഷീദ് സിനിമ കൂടിയാണ്. എല്ലാ അഭിനേതാക്കളും, അതായത് ഈ ഒരു സിനിമ ചോട്ടാ മുംബൈ എന്ന സിനിമ 2007 പുറത്തിറങ്ങിയതാണ്. അന്ന് മമ്മൂക്കയുടെ തന്നെ ബിഗ് ബി ഇറങ്ങിയ സമയത്തും ഒരു ക്ലാഷ് റിലീസ് വന്ന സിനിമ കൂടിയായിരുന്നു. അങ്ങനെ ബിഗ് ബിയേക്കാൾ നല്ല കളക്ഷനും നല്ല രീതിയിൽ ഹൗസ്ഫുള്ളൊക്കെ ആയിട്ട് ഓടി നല്ല സക്സസ് ആയിട്ടുള്ള സിനിമയായിരുന്നു ചോട്ടാ മുംബൈ. അപ്പോൾ അത് വീണ്ടും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുക എന്നുള്ളത് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. അന്ന് നമുക്ക് സ്ക്രീനിൽ പോയി അല്ലെങ്കിൽ തിയേറ്ററിൽ പോയി ബിഗ് സ്ക്രീനിൽ കാണാൻ കഴിയാത്തവർക്കെല്ലാം വീണ്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. വ്യക്തമായൊരു കഥയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല, അതൊരു എൻ്റർടൈനറാണ്. ഫുൾ ടൈം നമ്മളെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോകുന്ന ഒരു ഫുൾ പാക്ഡ് എൻ്റർടൈനർ. അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ അതിൽ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, മാസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, അതുപോലെ നല്ല കോമഡി, ഏറ്റവും നല്ല രീതിയിൽ വർക്കൗട്ടായ ഒരുപാട് കോമഡികൾ സിനിമ തുടങ്ങി മുതൽ സിനിമയുടെ എൻഡ് വരെ നല്ല രീതിയിൽ കോമഡി എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള സിനിമയാണ് ചോട്ടാ മുംബൈ. ചോട്ടാ മുംബൈ മരിച്ചുപോയ ഒരുപാട് നമ്മുടെ മലയാളത്തിലെ താരങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്നുകൂടി നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റിയ ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ ഒരു റിലീസ് എന്ന് പറയുന്ന ചോട്ടാ മുംബൈയുടെ ആ ഒരു റിലീസ്. മണിച്ചേട്ടനൊക്കെ മരിച്ചുപോയി. നമുക്ക് നല്ലൊരു കാലിബറുള്ള നല്ല കഴിവുള്ളൊരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു വില്ലനിസം ഈ സിനിമയിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ പെർഫോമൻസ് വീണ്ടും നമുക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ രാജൻ വിദേവ് എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരൻ, അദ്ദേഹം ട്രാക്ക് മാറ്റി നല്ലൊരു കോമഡിയിലോട്ട് വന്നപ്പോൾ അതൊക്കെ ജനങ്ങൾ നല്ല രീതിയിൽ ആ പാമ്പച്ചക്കച്ച് എന്ന് പറയുന്ന കഥാപാത്രം നല്ല രീതിയിൽ ആളുകൾ ഏറ്റെടുത്തതാണ്. ഇന്നും റീലുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ മീമുകളാണെങ്കിലും ഒക്കെ ഇതുപോലെ ഈ ചോട്ടാ മുംബൈയിലെ ഒരുപാട് സീൻസ് ഇതുപോലെ വന്നു പോകാറുണ്ട്, മീം. അപ്പം അത്രയേറെ ആളുകളുടെ ഉള്ളിൽ കയറി കൂടിയ ഒരു സിനിമ കൂടിയാണ് ചോട്ടാ മുംബൈ. ഇത് ഇന്നലെ ഞാൻ ഈ ഒരു സിനിമ വിസ്മയ, അതായത് പെരിന്തൽമണ്ണ വിസ്മയിൽ 10 മണിക്കുള്ള ഷോ കണ്ടു. ഹൗസ്ഫുള്ളായി നല്ല രീതിയിൽ ആ ഒരു സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരാൾ പോലും സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കുക. അതായത് ഇപ്പം നമുക്കറിയാം, ചില സിനിമക്ക് പോയാൽ പുതിയൊരു സിനിമ ഇറങ്ങിയാൽ തന്നെ ചില ആളുകൾ കാണാം മൊബൈലിൽ കളിച്ചിരിക്കും അല്ലെങ്കിൽ വേറെ എങ്ങോട്ടേലും നോക്കിയിരിക്കും. അങ്ങനെ ഒരു അറ്റൻഷൻ മൈൻഡ് ഇല്ല, അതായത് സ്ക്രീനിലോട്ട് ഫുൾ അറ്റൻഷൻ കൊടുക്കാത്ത കുറേ ആളുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറങ്ങി ഒരുപാട് കാലങ്ങൾ ഇറങ്ങിയ സമയത്ത് അപ്പോൾ അത് OTT അല്ലെങ്കിൽ ടി വിയിലൊക്കെ വരുന്നത് വളരെ കുറവാണ്. അത് TV നോസർ ബെയർ എന്ന് പറഞ്ഞൊരു CD ഉണ്ടായിരുന്നു. ആ CD ആയിരുന്നു ചോട്ടാ മുംബൈ ഇറക്കിയിരുന്നത്, ഒറിജിനൽ ഇറക്കിയിരുന്നത്. ആ സമയത്തൊക്കെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു സിനിമ കൂടിയാണ്. CD ഇട്ട് ഇങ്ങനെ നമ്മൾ ആ കോമഡികൾ വീണ്ടും വീണ്ടും ബാക്ക് അടിച്ചിട്ട് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ വീടുകളിലൊക്കെ TV ഒക്കെ സജീവമായ സമയത്തൊക്കെ നല്ല രീതിയിൽ കണ്ടൊരു സിനിമ കൂടിയാണ്. അതിനുശേഷം ഇപ്പോൾ തിയേറ്ററിലാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടില്ല കാണാൻ. അതുകൊണ്ട് തന്നെ ആളുകൾ ഒരു അറ്റൻഷൻ, അതായത് മൊബൈലിലോട്ട് അങ്ങനെയൊന്നും ഇല്ലാതെ ഫുൾ ടൈം സ്ക്രീനിലോട്ട് മാത്രം. അതിന് അവരുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ വളരെ രസമാണ്. രാജൻ വിദേവ് ആണെന്നുണ്ടെങ്കിലും ജഗതി ആണെന്നുണ്ടെങ്കിലും നാരായണ കുട്ടിച്ചേട്ടൻ, അതുപോലെ സിദ്ദീഖ്, മണിയമ്പിള്ള രാജു, കലാവൻ മണി, പിന്നെ നമ്മുടെ വിനായകനുണ്ട്. വിനായകൻ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന സ്റ്റാറും കൂടിയാണ്, അന്നിങ്ങനെ വന്നിട്ടുള്ളൂ വിനായകൻ. അതുപോലെ പിന്നെ നമ്മുടെ ഇന്ദ്രജിത്ത്, പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ടുള്ള സുകുമാരി, അതായത് പൃഥ്വിരാജിൻ്റെ അമ്മയുള്ള മല്ലിക സുകുമാരൻ, സനുഷയുടെ ഒക്കെ ആ ഒരു ചെറിയൊരു കാലഘട്ടമാണ് അതിലുണ്ട്. അതായത് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് അഭിനയിച്ച സിനിമ കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ടും ചോട്ടാ മുംബൈ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ പാട്ടുകളാണെന്നുണ്ടെങ്കിലും ആളുകൾ സ്ക്രീനിൻ്റെ ഒക്കെ മുന്നിൽ പോയിട്ട് നല്ല രീതിയിൽ ഒരു അടിച്ച് ആഘോഷിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വിസ്മയ സിനിമാസിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. എല്ലാവരും മിസ് ചെയ്യാതെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ആ തിയേറ്റർ അനുഭവം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് തിയേറ്ററുകൾ ഇത് ഷോ ഇന്നലെ ഇല്ലായിരുന്നു, ഇപ്പോൾ ഇന്ന് പല തിയേറ്ററിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹരിഹർ ഫിലിം സിറ്റി, അതുപോലെ നമ്മുടെ പൂക്കോട്ടുംപാടാണെന്നുണ്ടെങ്കിൽ ഗാലക്സി സിനിമാസ്, ഇവിടെയൊക്കെ ഈ സിനിമ 2 ഷോ വെച്ചിട്ടുണ്ടെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം അത്രത്തോളം ആളുകളുടെ ഒരു റിക്വസ്റ്റ് വരുന്നത് കൊണ്ടാണ് സിനിമ അല്ലെങ്കിൽ
ഈ ഒരു ഷോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു ഇത്രയും റിലീസുകൾക്കിടയിൽ, അതായത് ന്യൂ റിലീസുകൾക്കിടയിലാണ് ഈ ഒരു സിനിമ, ഇപ്പൊ തഗ് ലൈഫ് പോലുള്ള വലിയ വലിയ സിനിമകളൊക്കെ റിലീസായ സമയത്താണ് ഇതുപോലെ ഒരു റീ റിലീസ് സിനിമ ഇറക്കി ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കുകയും എക്സ്ട്രാ ഷോ വെച്ചുകൊണ്ട് സിനിമ ഓടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടായിട്ടുള്ളത്. അതൊക്കെ ഒരൊറ്റ പേര് അല്ലെങ്കിൽ ഒരൊറ്റ ബ്രാൻഡ്, അത് മോഹൻലാൽ എന്ന ഒറ്റ ബ്രാൻഡിനെ അവകാശപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതായത് മലയാള സിനിമയിൽ ഇതുപോലെ ആ ഒരു ഫാൻസ് പവർ അല്ലെങ്കിൽ ഒരു സ്റ്റാർഡം എന്നൊക്കെ പറയുന്നത് മോഹൻലാൽ എന്ന വ്യക്തിക്ക് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഈ സിനിമകളൊക്കെ പലപ്പോഴും വലിയ കളക്ഷനിലോട്ട്, അതായത് ലാലേട്ടൻ എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു സിനിമ ചെറിയൊരു പോസിറ്റീവ് റിപ്പോർട്ട് വരുമ്പോൾ പോലും നല്ല രീതിയിൽ കളക്ഷൻ വരുന്നത്, അത് ഈ ഒരു മോഹൻലാൽ സിനിമയുടെ ഒരു പവർ വരുന്നത് വെച്ചാൽ ഇതുപോലെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതുപോലെ ഒരു നല്ല രീതിയിൽ ക്രേസ് ആയിട്ടുള്ള ഒരു കൂട്ടം ഫാൻസും അതുപോലെ സിനിമയെ ഇഷ്ടപ്പെടുന്നവരും നല്ല രീതിയിൽ സിനിമ എൻജോയ് ചെയ്യുന്നവരാണ് ഇന്നലെയും ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ടും ഈ സിനിമ നല്ല രീതിയിൽ ഓടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം റിലീസാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം ആട് കയറുന്നുണ്ട്. ഇപ്പം എന്തുകൊണ്ടും ഇതുപോലെ നല്ല സിനിമകൾ ഇനിയും റിലീസ് വരട്ടെ, നല്ല സക്സസ് ആയി മാറട്ടെ എന്ന് അപ്പോഴേ നമുക്ക് വീട്ടിൽ ആഘോഷിച്ച് കണ്ട സിനിമ തന്നെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ.